ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മലയാളികളുടെ സ്വന്തം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പുട്ടും കടലക്കറിയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. ആദ്യമേ തന്നെ നമ്മൾ കടല ഒന്ന് തലേദിവസം വെള്ളത്തിലിട്ടണം. അതിനുശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ കടലയൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കടല നന്നായിട്ട് കഴുകി അതിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ 2 വിസിൽ വരുന്നവിടം വരെ വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് കടലയൊക്കെ വേകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മളൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഒരു സവോളയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ബ്രൗൺ കളറാക്കി വെക്കുക. അതിനുശേഷം അതിലേക്ക് പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോടെ വരെ. അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇടുക കേട്ടോ. അപ്പോഴത്തേക്കിനും ഏകദേശം നമ്മുടെ മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കടൽ വെന്തതെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു മിക്സിൻ്റെ ജാറിൽ ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ മസാലയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു കടലേൻ്റെ അരപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുമ്പോഴത്തേക്കിനും ഏകദേശം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇടണം. പിന്നീട് കുറച്ച് വറ്റൽമുളകും സവാളയും കറിവേപ്പിലയും കൂടി ഇടുമ്പോഴത്തേക്കിനും നമ്മുടെ കടുകൊക്കെ താളിച്ചത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മിക്സും കൂടെ നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അടിപൊളി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കടലക്കറീൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അപ്പം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി എടുത്തിട്ട് ഒന്ന് നനച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും കൂടി ഇടണം. പിന്നീട് കുറച്ച് തേങ്ങയും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് നമ്മൾ ഒരല്പം തേങ്ങ ഇട്ടിട്ട് പിന്നീട് ഈ ഒരു മിക്സും കൂടി ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ ആവി വറക്കണ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഒരു ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പുട്ടും കടലക്കറിയും അത് നമ്മുടെ മലയാളികളുടെ സ്വന്തം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കിൽ പറയാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ കടലക്കറി. അപ്പോൾ വേഗം ആയിക്കോട്ടെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് നാളെ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.